ക്യാൻസർ രോഗ ബോധവൽക്കരണത്തിനും രോഗികൾക്ക് നല്ല ആത്മവിശ്വാസം പകരുന്നതിനുമായി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ശ്രീഹരി മുടി വളർത്തി. എന്നാൽ മുടി മുറിക്കാറായപ്പോൾ ശ്രീഹരിയുടെ അച്ഛൻ സനൽകുമാർ ക്യാൻസർ രോഗിയായി. അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ചു നൽകും. പക്ഷേ സനൽകുമാറിന് തുടർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസ്സുകളുടെ സഹായം വേണം. ഒൻപത് വയസ്സുള്ളപ്പോഴാണ് നെടുങ്കണ്ടം കോമ്പയാർ കുറ്റനാട് സനിൽകുമാറിൻ്റെയും രാജിയുടെയും മകനായ ശ്രീഹരി മുടി വളർത്താൻ തുടങ്ങിയത്. ക്യാൻസർ രോഗികൾക്ക് നൽകാൻ മുടി വളർത്തണമെന്ന് ശ്രീഹരിയാണ് അച്ഛനോട് പറയുന്നതും. പിന്നീട് അച്ഛൻ മകന്റെ ആഗ്രഹം സ്കൂൾ അധികൃതരെ അറിയിച്ചു. പ്രധാന അധ്യാപകന്റെ അനുമതിയോടെ ശ്രീഹരി മുടി വളർത്തുകയായിരുന്നു. മാരക രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു ഈ കുഞ്ഞു മനസ്സ് നിറയെ. കൊറോണ കാലത്ത് ബാർബർ ഷോപ്പിലൊന്നും പോകാതെ മുടി വെട്ടായിരിക്കുമായിരുന്നു. അന്നേരം ഒത്തിരി നീണ്ടപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഈ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ആൻറ്റിമാർക്കൊക്കെ കൊടുക്കാമെന്ന്. അവർക്ക് ഈ മുടിയില്ലാത്തതുകൊണ്ട് കൊടുക്കാമെന്ന് വെച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാമെന്ന്. എന്നാൽ മുടി മുറിക്കാറായപ്പോഴേക്കും ശ്രീഹരിയുടെ പിതാവ് സനിൽകുമാറിന് ക്യാൻസർ രോഗം പിടിപെട്ടു. 8 മാസം മുമ്പാണ് സനിൽകുമാർ ക്യാൻസർ രോഗബാധിതനാണെന്ന് കണ്ടെത്തുന്നത്. ഇത് ശ്രീഹരിയെ മാത്രമല്ല, ഈ കുടുംബത്തെ ആകെ തളർത്തി. 5-8 മാസം മുമ്പ് ചെറിയൊരു ചുമ ആയിരുന്നു ആരംഭം. അത് നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോയി. പക്ഷേങ്കിൽ ഇവിടെ ഒന്നും എന്നാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സുഹൃത്തുക്കൾ പറഞ്ഞ പാല മാർസിലിവായി പോകാം എന്ന് പറഞ്ഞ് അവിടെ പോയി ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലെൻസ് ക്യാൻസർ ആണെന്നുള്ളത് സ്ഥിരീകരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ സനൽകുമാറിന് ഇപ്പോൾ പ്രതിമാസം 1 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണം. സുഹൃത്തുക്കളും മറ്റും സഹായിക്കുന്നുണ്ട്. എങ്കിലും തുടർ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സുമനസ്സുകളുടെ സഹായം ഉണ്ടായേ തീരൂ. അപ്പോൾ എനിക്ക് തന്നേക്കുന്ന മെഡിസിൻ ഒരു മാസത്തെ ഇതിനു വേണ്ടി 1,20,000 രൂപയായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ ഡോക്ടറൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ സാഹചര്യമൊക്കെ പറഞ്ഞ് 91,600 രൂപയ്ക്ക് ഒരു മാസത്തെ മെഡിസിൻ അത്രയും ചിലവ് വരുന്നുണ്ട് ഇപ്പം. അങ്ങനെ ഇപ്പം 5 മാസം കഴിയും. 1 വർഷത്തേക്കാണ് മെഡിസിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ള അന്നേരം പറയാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ച് നൽകും. വീണ്ടും മുടി വളർത്തുവാനാണ് ശ്രീഹരിയുടെ തീരുമാനം. കാരണം ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിക്കേണ്ടത് ഇന്ന് ശ്രീഹരി ഉൾപ്പെടുന്ന ഈ കുടുംബം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് ക്യാൻസർ പിടിപെടുന്ന അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബത്തിൽ ഒക്കെയുള്ള ആളുകൾക്ക്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ നല്ല മനസ്സോടുകൂടി ഇടപെടുക, അവരെ കൂടുതൽ ചിരിപ്പിക്കുക, അവരുടെ മുഖത്തൊരു സന്തോഷം വരുന്ന രീതിയിൽ അവരോട് കൂടുതൽ സംസാരിക്കുക എന്നതുണ്ട്. മരുന്നിനേക്കാൾ വലുതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. ആ മരുന്നിനേക്കാൾ വലിയ ഒരു ഔഷധമില്ല. അപ്പോൾ ശ്രീഹരി സ്വന്തം അച്ഛൻ്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പറ്റുന്നവരൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. ഒരു ചെറിയ